ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിതുപോലെ പൊട്ടിപ്പോയ മാല വെച്ചിട്ടൊരു മേക്ക് ഓവറാണ്. അപ്പോൾ ഈ ഒരു മാല എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അതെനിക്കൊരു ചേച്ചി തന്നത്. ആ ചേച്ചിയുടെ നിന്ന് ഇത് പൊട്ടി പിന്നെ അവരത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ തന്നു. മോളിത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നതാണ്. അപ്പോൾ ഞാൻ കുറേ നാളായി ഇത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കണം, എന്ത് ചെയ്യും എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നക്ഷത്ര ഡയമണ്ട്സിൻ്റെ ഒരു നെക്ലസ് പോലത്തെ മോഡൽ ഞാൻ കണ്ടു കരിമണി വെച്ചിട്ട്. അപ്പോൾ എന്നാൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഫ്യൂസ് സ്റ്റാർ, ഐ പിന്ന്, അതുപോലെ ഫിഷ് ഹൂക്ക്, ഗോൾഡൻ ബീഡ്സ് 2 എടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് റിങ്, പിന്നെ നമ്മൾ വാക്സ് ഷീറ്റിലേക്ക് ഒട്ടിക്കാനായിട്ട് ഇതുപോലത്തെ ഒരു സിൽവർ കളർ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാക്സ് ഷീറ്റ് നമ്മളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിൽ ആ റൗണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ടൊരു 2 ലെയറിൽ നമ്മൾ ഇതിനെ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സെൻറ്ററിൽ ഒരു ലോക്കറ്റ് പോലെ കൊടുക്കാനായിട്ടാണ്. ആ ഒരു മോഡലിൽ ഇതിന് ഒരു ഹാങ്ങിങ് കൂടി ഉണ്ട്. പക്ഷെ ഞാനതിന് ഹാങ്ങിങ് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഈ റൗണ്ടിൽ ഈ ലോക്കറ്റ് മാത്രമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മാല ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ ഈ ഒരു പൊട്ടിയ മാല ഉണ്ടാവണം എന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും, ലെയറായിട്ട് കരിമണിയുടെ ഈ ഒരു ടൈപ്പ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ചിട്ട് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഞാനിത് കുറച്ച് ലെങ്ത്തിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ആ ചേച്ചിക്ക് ഞാനിത് തിരിച്ചു കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവർ അങ്ങനത്തെ ടൈപ്പ് ഇടുന്നതാണ്, കുറച്ച് ഏജുള്ള ചേച്ചിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കും. നിങ്ങൾക്കിത് നെക്ലസ് മോഡലായിട്ട് ചെയ്യാം, അധികം ലെങ്ത്ത് കൊടുക്കാതെ. അപ്പോൾ ബാക്കിൽ ഞാൻ ഗോൾഡൻ്റെ ചെയിൻ കൊടുത്തതുണ്ട്, അത് നിങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു കരിമണിയുമ്പോൾ തന്നെ നമ്മുടെ സൈഡ് റിങ് ഇട്ട് ഈ ഫിഷ് ഹൂക്കൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്ലേസ് മോഡലിലും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റിൽ നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് വെക്കുക. എന്ന് വെച്ചാൽ ഉണങ്ങിയതിന് ശേഷം സൈഡ് കട്ട് ചെയ്യാനാണ് എളുപ്പം, അല്ലെങ്കിൽ ഗ്ലൂ ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് വെക്കുക. അത് ഏതൊരു മോഡൽ ചെയ്യുമ്പോഴും ഗ്ലൂ വെച്ചിട്ട് ചെയ്യുന്ന എന്തും ആദ്യം തന്നെ നമ്മൾ ഒട്ടിച്ച് മാറ്റി വെക്കുക. ഇനി നമുക്കിത് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇത്രയും ലെങ്ത്തിലാണ് കരിമണി എടുക്കുന്നത്. അപ്പോൾ അത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കരിമണിക്ക് ഫ്രണ്ടിൽ തന്നെ വരുന്നത് ഒരു 3-4 ഗോൾഡൻ്റെ ബീഡ് നിൽക്കുന്നുണ്ട് 2 സൈഡിലും. അപ്പോൾ അതിനെ ഞാൻ ലോക്കറ്റിൻ്റെ ആ ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 2 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കണ്ടോ, ഇതുപോലെ നിൽക്കുന്നുണ്ട്. കുറച്ച് കരിമണി, അത് കഴിഞ്ഞ് കുറച്ച് ഗോൾഡൻ ബീഡ്, അത് കഴിഞ്ഞിട്ട് പിന്നെ കരിമണി, അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരൊറ്റ സിംഗിൾ ഗോൾഡൻ ബീഡ് വരുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മാല എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. ചിലതിൽ ഈ ഗോൾഡൻ ബീഡ് ഉണ്ടാവില്ല, നമ്മൾ വാങ്ങിക്കണേലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇതൊരു മാലയായിട്ട് സെറ്റായിരുന്നല്ലോ, അതുകൊണ്ടാണ് അതങ്ങനെ. അപ്പോൾ അതിനൊരു 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കളയുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ടൈമിലാവും നമ്മളതിൽ പെടുക. ഞാൻ ആദ്യം കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാം ഈ ഒരു പീസൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാത്തിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മാല കോർത്ത് വരണ സമയത്താണ് അതവിടെ നിൽക്കുമ്പോൾ പിന്നെ നമ്മളത് കളഞ്ഞിട്ട് വേണം കോർക്കാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമ്മളിത് അതുപോലെ നമ്മുടെ ഫ്യൂസ് സ്റ്റാർ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു മുട്ടുഭാഗം കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം നമ്മുടെ കരിമണിയുടെ, ഞാൻ ആദ്യം ആ ഒരു ഗോൾഡൻ ബീഡ് വരുന്ന കരിമണിയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക. അതുപോലെ ഒന്ന് കയറ്റിയിട്ട് നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കയറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് തല രണ്ടും ഒപ്പം വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഭാഗം ഇതുപോലെ പിരിച്ചു കൊടുത്തിട്ട് ബീഡ്സ് കോർത്ത് കൊടുക്കുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആ ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബീഡിന് പകരം ഇതേ സെയിം ഡിസൈനിൽ വരുന്ന സിൽവർ ബീഡ് കിട്ടും, അത് ചെയ്താലും മതി. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ എടുക്കുന്ന പീസ് ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, കുറച്ച് ഗോൾഡൻ ബീഡ് ഫ്രണ്ടിൽ വരുന്ന രീതിയിലുള്ള ഒരു പീസ് കട്ട് ചെയ്തിരുന്നത്, അത് എടുക്കരുത്. നമ്മൾ സാധാരണ കരിമണി മാത്രമായിട്ട് 2 പീസ് ഉണ്ട്, അത് എടുക്കണം. അത് നിങ്ങളുടെ മാല എങ്ങനെയാണെന്നനുസരിച്ച് നിങ്ങൾ എടുക്കുക. കാരണം ആ ഗോൾഡൻ ബീഡ് ഞാൻ ഫ്രണ്ടിലേക്ക് 2 സൈഡിലും വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പീസ് നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഗോൾഡൻ ബീഡ് വരുന്നതും സാധാ കരിമണി മാത്രമുള്ളതും 2 യോജിപ്പിക്കുക. ഇനി അതിനെ നമ്മളിതുപോലെ കോർത്തതിന് ശേഷം നമ്മുടെ ആ കമ്പി ഗോൾഡൻ ബീഡിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നമ്മളതൊന്ന് ചുറ്റിയെടുക്കുക. 2-3 ചുറ്റി കഴിയുമ്പോൾ നമ്മളത് ടൈറ്റ് ചെയ്ത് ചുറ്റണം. നമ്മൾ പ്ലെയറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് ചുറ്റുക. അതിന് ശേഷം ബാലൻസ് ഉള്ള കമ്പി കട്ട് ചെയ്ത് മാറ്റി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മോഡൽ മാല നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലത്തെ ഒരുപാട് മോഡൽസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വിഷു ഒക്കെയാണ് വരുന്നത്, വിഷുവിന് ഇടാൻ പറ്റിയ ഒരുപാട് മോഡൽസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹെയർ ആക്സസറീസിൻ്റെ പല മോഡലും ചെയ്തിട്ടുണ്ട്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ. നമ്മുടെ സൂചി നൂലും കമ്മലിൻ്റെ ഒരു മോഡൽ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ചെയ്യാത്തവരും കാണാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ 2 പീസ് അതേപോലെ തന്നെ ചെയ്തെടുത്തു. കണ്ടോ, സെയിം ആ ഒരു ഗോൾഡൻ ബീഡ് വരുന്നത് 2
അപ്പുറം ഇപ്പുറം വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ഗോൾഡൻ്റെ ചെയിൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊന്ന് ബാക്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്ലസ് പോലെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗോൾഡൻ ചെയിൻ്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതുപോലെ ആ ഒരു കരിമണി ബീഡിലേക്ക് നമ്മുടെ സൈഡ് റിങ് ഇട്ട് ഫിഷ് ഹൂക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ചെയ്യുന്നത് സെയിം നമ്മൾ ആ കരിമണിയിലേക്ക് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ സൈഡ് റിങ് ഇട്ടു, അതിലേക്ക് നമ്മുടെ ഫിഷ് ഹൂക്ക് ഇട്ടിട്ട് അതിനൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അടുത്ത പീസിൽ നമ്മൾ സൈഡ് റിങ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഫിഷ് ഹൂക്കും കണക്ട് ചെയ്യണമല്ലോ ബാക്കിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡ് റിങ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചെയിനിലേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്റ്റോണിൻ്റെ ലോക്കറ്റ് ഉണ്ടല്ലോ, അതും സെൻറ്ററിലൊന്ന് കൊടുക്കുക. അത് കഴിഞ്ഞാൽ മാല റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും വീഡിയോ കണ്ട് വെറുതെ പോകരുത്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ, എങ്കിലേ നമുക്കത് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന മോഡൽസൊക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ. ഇനി അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ കമൻറ്റ് കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് ഇതുപോലെ നമ്മൾ ഫ്യൂസ് സ്റ്റാർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കരിമണിയും ഈ ഒരു ചെയിനും കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ബീഡ് കോർത്ത പോലെ തന്നെ ഫ്യൂസ് സ്റ്റാർ അതിലേക്കൊന്ന് കോർത്തിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് നമ്മുടെ ആ ഒരു കരിമണിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ കേട്ടോ, ഗോൾഡൻ ബീഡ് വരുന്ന സൈഡിലല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളിത് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗോൾഡൻ ബീഡ് പിരിച്ച പോലെ തന്നെ ഇതുപോലെ നമ്മുടെ ചെയിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2-3 പിരിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ 2 സൈഡും നമ്മൾ ഇതുപോലെ തന്നെ കണക്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 ചെയിനും ഇതുപോലെ തന്നെ കണക്ട് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു ചെയിൻ ചെയ്യാതെ ആ ഒരു ഫിഷ് ഹൂക്കിന് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്ത് നെക്ലസ് മോഡൽ ചെയ്യാനായിരുന്നു ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ആ ചേച്ചിക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന കാരണം നമ്മളത് അവർക്ക് പറ്റുന്ന രീതിയിലേക്ക് ആക്കി കൊടുത്തതാണ്. ഇതിലും കുറച്ചും കൂടി ഭംഗി വരെ ആ ഒരു നെക്ലസ് മോഡലിലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ടൈപ്പ് ചെയ്ത് നോക്കുമായിരിക്കും നല്ലത്. ഇനി രണ്ടാമത്തെ പീസ് നമുക്ക് ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. കരിമണിയും ആ ഒരു ഗോൾഡൻ ചെയിനും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ചെയിനൊക്കെ കണക്ട് ചെയ്യാൻ നമ്മൾ ഫ്യൂസ് സ്റ്റാറാണ് എടുക്കുക. ഫ്യൂസ് സ്റ്റാർ മാത്രമേ ഇതിലൂടെ നമുക്ക് കോർത്ത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഐപ്പിന്നോ അല്ലെങ്കിൽ ഐപ്പിന്നെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇത്. പക്ഷേ ഈ ഒരു ബീഡിലൊന്നും ഐപ്പിന് നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്യൂസ് സ്റ്റാർ തന്നെ എടുക്കണം. ചിലരിത് എന്താണ് മെറ്റീരിയൽ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മാലയൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഫ്യൂസ് സ്റ്റാറാണ്. അതിൻ്റെ 2 സൈഡിലും ഒരു മുട്ടുഭാഗം ഉണ്ടാവും. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാറ്. ചിലത് നമ്മളത് കട്ട് ചെയ്യാതെയും ചെയ്യാറുണ്ട്. നമുക്ക് ഗുങ്കുരൂസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഫ്യൂസ് സ്റ്റാറാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഗുങ്കുരൂസൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. നമ്മൾ ഈ ഒരു ഫ്യൂസ് സ്റ്റാർ വെച്ചിട്ടാണ് നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് ഗുങ്കുരൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറിയ ബീഡ്സ് വെച്ചിട്ടും അതുപോലെ വലിയ ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേ നമ്മൾ രണ്ടാമത്തെ ആ ഒരു പീസും ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ 2 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് സൈഡ് ഇതുപോലെ ഫിഷ് ഹൂക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നമുക്കിനി ആ ഒരു പീസ് നമ്മളവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്കതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഇതൊരു ലോങ് ചെയിൻ മോഡലായി ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് നെക്ലേസ് മോഡൽ ചെയ്യുമായിരിക്കും കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് തോന്നുക. ഇനി നമുക്കിതാ നമ്മുടെ ബാക്ക് ഷീറ്റിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് കറക്റ്റ് റൗണ്ടിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ടിയൊന്നും വരില്ല. പക്ഷെ ഞാൻ വരച്ച് വരുമ്പോൾ എങ്ങനെയായാലും കറക്റ്റ് സൈസൊന്നും കിട്ടിയെന്ന് വരില്ല. ഇനി നമ്മുടെ ഐപ്പിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്യുമ്പോൾ ഐപ്പിന് നന്നായിട്ട് നീളം കുറച്ച് തന്നെ കട്ട് ചെയ്യണം. നമുക്കിങ്ങനെ വച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐപ്പിന് കട്ട് ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് നീളം കുറയ്ക്കണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ ആ സെൻറ്റർ ഭാഗം ആ ഒരു കമ്പി കാണും. 2 സൈഡ് നമ്മൾ നന്നായിട്ട് നീളം കുറച്ചിട്ട് തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ അത് വച്ച് നോക്കുക, എന്നിട്ട് ശരിക്കും ലെവലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ സെൻറ്ററിൽ നമ്മളിതുപോലെ വയ്ക്കുമ്പോൾ കണ്ട ഉള്ളിലേക്ക് കാണും. അപ്പോൾ അത് കറക്റ്റാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു പീസ് വേറെ നമുക്ക് ബാക്ക് ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം, ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത ഐപ്പിനിലേക്ക് നമ്മുടെ മാല കോർത്തിടാം, എന്നിട്ട് ഒട്ടിച്ച് കൊടുക്കുകയായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഐപ്പിന്നെ ഒന്ന് അകത്തിയെടുക്കുമ്പോൾ അത് വിട്ടു പോരുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് നല്ലത് ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം ഇത് അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് നല്ലത്. 2 സൈഡും 2 ഐപ്പിന് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്കിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ബാക്ക് ഷീറ്റിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അത് നമ്മൾ 2 സൈഡിലേക്കായിട്ട് ഒട്ടിക്കരുത്, ഇതുപോലെ മുകളിലേക്ക് വരുന്ന രീതിയിലൊന്ന് ചെരിച്ച് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുക. എന്നാലും മാല ശരിക്കും അതിൻ്റെ ലോക്കറ്റ് നിൽക്കുള്ളൂ. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു പീസ് ബാക്ക് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റൗണ്ട് സൈസിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സെൻറ്റർ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം, കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഞാനിവിടെ ആ ഒരു ഐപ്പിന്നിൻ്റെ ഭാഗം മാത്രമേ ഒരു പീസ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുള്ളൂ. അതും ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ചെറിയ പീസായിരിക്കണം, അടിയിലേക്കൊന്നും കാണാത്ത രീതിയിൽ തന്നെ ഒട്ടിക്കണം. അതേ സ്ഥാനത്ത് ഇത് വിട്ടു പോരാനും പാടില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഐപ്പിന്ന് അങ്ങനെ വിട്ടു പോരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ പീസൊക്കെ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യുക. ഇതേ നമ്മുടെ ലോക്കറ്റും റെഡി ആയിട്ടുണ്ട്.
ഈ മാല അപ്പം കണ്ടോ, നമുക്ക് കറക്റ്റായിട്ടൊന്ന് നോക്കുക നമ്മളത് എങ്ങനെയാണ് നിൽക്കണേ ലോക്കറ്റ് എന്നുള്ളത്. അതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഊരിപ്പോവും പെട്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു വെറൈറ്റി മോഡലുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.